Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി Ammus കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണേ ഇതിനു മുമ്പ് കാണാത്ത കുറച്ച് ഷെയ്ഡ്സ് ഓഫ് ചെക്കോട്ടയാണ്, കോട്ടൺ ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ചെയ്ത ഡെയിലി വെയറിന് പറ്റിയ ബഡ്ജറ്റിലുള്ള സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 4 ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 4 ഡിഫറെന്റ് സ്റ്റിച്ചസും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനിൽ എത്ര ഡിസൈൻസ് ആണ് വരുന്നത്, അതിന്റെ റേറ്റും താഴെ വാട്സപ്പ് നമ്പറും തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ മേടിക്കാൻ നേരത്തെ ഈ വീഡിയോ ഓടിച്ചിട്ട് കാണാണ്ട് അത് ഫുൾ ലെങ്ത് ഇരുന്ന് കണ്ട് അതിൻ്റെ അതൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില കസ്റ്റമേഴ്സ് ചിലപ്പം ഫുള്ളും കേൾക്കാണ്ട് തന്നെ ഈ ക്ലിപ്പിങ്സ് നോക്കിയിട്ട് അവിടെ കൂടെ ഇത് ഓടിച്ചിട്ട് കണ്ടിട്ട് സാരി ഇഷ്ടപ്പെട്ടു നമ്മളോട് പറയുന്നു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പം സാറ്റിസ്ഫൈ ആവത്തില്ല. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചത് ഫുൾ ബോർഡർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടാകും എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്ന കംപ്ലൈൻറ്റ്സ്. അപ്പം നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ എവിടേക്കാണെന്ന് ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏതൊക്കെ പൊസിഷനിൽ എവിടേക്ക് എത്ര ഡിസൈൻസ് ആണ് വരുന്നത്, ഓൾമോസ്റ്റ് ഡിസൈനിൻ്റെ സൈസും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രം വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇന്ന് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. റീക്രിയേഷൻ വേണമെങ്കിൽ അതായാലും ചെയ്തു തരുന്നതായിരിക്കും. വേറെ ഏത് ഷെയ്ഡിൽ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അതിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു ഗ്രീൻ കളറാണ്, പാരറ്റ് ഗ്രീൻ കളറാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ഗ്രീൻ കളർ സാരി കാണിച്ചിട്ടില്ല. ഈ ഒരു ഗ്രീൻ കളർ ഞാനൊരു പിസ്ത ഗ്രീനും അതുപോലെ തന്നെ ഒലീവ് ഗ്രീൻ, പയറിന്റെ കളർ ഡാർക്ക് ഒലീവ് ഗ്രീൻ, ആ ഒരു ഷെയ്ഡാണ് ഇതിന് മുമ്പ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു പാരറ്റ് ഗ്രീൻ കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ മുന്താണി. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ടും കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വേവി ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തണ്ടും ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കാസ്റ്റോൺ സ്റ്റിച്ച്, ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, പിന്നെ ഫ്രഞ്ച് നോട്ട്സും ലേസി ഡേസി ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അത് മൾട്ടി കളർ ത്രെഡ്, അല്ല ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കറിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് 6 strands യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയിൽ വരുന്ന ഡിസൈനാണ്. മുന്താണിയുടെ ഒരു സൈഡിലേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിൽ ഡിസൈൻ വരുന്നില്ല. പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിലാണ് പിന്നെ ഒരു ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ, ഇതുപോലെ ഒരു കുഞ്ഞ് പാറ്റേൺ ആണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. അവിടെ വരുമ്പോൾ കുറച്ച് അധികം ഉണ്ട്. നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ ഫുള്ളും കാണുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഒരു 20 to 22 ഇഞ്ചസ് നമ്മൾ ഇത് ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈനിങ് പോയിരിക്കുന്നത് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ അതിങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇങ്ങനെ മേളിലോട്ട് വേവി ആയിട്ടുള്ള രീതിയിലാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഒരു അത്യാവശ്യം വലിയ ഡിസൈനും റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനും പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ നിറച്ചും ബോർഡർ ഡിസൈൻ പോലെ ഷോൾഡർ പ്ലീറ്റ്, ഷോൾഡർ മുതൽ താഴത്തോട്ട് വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷൻ വരെ ബോർഡറിൽ കൂടി ഒരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൈനായിട്ടുള്ള ഒരു പാറ്റേൺ പോവുകയാണ്. താഴെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ മേലിലോട്ട് ആയിട്ട് ഒരു ഡിസൈൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് ഒരു പാരറ്റ് ഗ്രീൻ ആൻഡ് ഡബിൾ ഷെയ്ഡ് ഓറഞ്ചും, അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ലൈറ്റ് ഓറഞ്ചും വൈറ്റും കൂടെ ഉള്ള ഡബിൾ ഷെയ്ഡ് ത്രെഡിലാണ് നമ്മൾ ഈ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സെയിം കളർ ബ്ലൗസ് ഇടുന്നതാണ് നല്ലത്. മറ്റേ ഫ്ലവർ പാറ്റേണിൻ്റെ ബ്ലൗസ് ഇടുന്നേക്കാളും നല്ലത് ഈ കളർ ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. കോട്ടൻ്റെ മെറ്റീരിയൽ മേടിച്ച് തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. രണ്ടാമത്തെ സാരി നമ്മുടെ ക്യാരറ്റ് പീച്ച് കളറാണ്. ക്യാരറ്റിന്റെ ആ ഓറഞ്ചും പീച്ചിന്റെ ആ ഷെയ്ഡും കൂടെ വരുന്നത്. ക്യാരറ്റിന്റെ അത്രയ്ക്ക് ഓറഞ്ചും അല്ല, പീച്ചിന്റെ അത്ര ലൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ്. അതിന് ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇത്. അതിൻ്റെ അകത്ത് മുന്താണിയിൽ നമ്മൾ ഇതുവരെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അത് ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇതുവരെ ഒരു ഡിസൈൻ, ലീഫിന് കുറച്ച് കളറ് ബ്രൈറ്റ് കളറും, ഫ്ലവേഴ്സ് ഇതുവരെ നേരത്തെ കാണിച്ച പോലെ ഡബിൾ ഷെയ്ഡാണ്, ഡബിൾ ഷെയ്ഡ് അല്ല മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. ഒരു ബ്രൗണും പിന്നെ ലൈറ്റ് ബ്രൗൺ പിന്നെ ഒരു ക്രീമിഷ് ഷെയ്ഡുമാണ് വരുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ഡിസൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ നിറച്ചും കുഞ്ഞ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞ് 3 ഡിസൈൻസ് ആണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഷോൾഡറിൻ്റെ അവിടം വരെ 3 എണ്ണം ഉണ്ട് ഇതുവരെ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത് ഫ്രണ്ടിൽ. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 2 ഡിസൈൻ ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇത്രയും ഡിസൈനേ ഉള്ളൂ. മുന്താണിയിൽ ഒരു ഡിസൈൻ വലുത്, അതുപോലത്തെ സെയിം ഡിസൈൻ തന്നെ ഫ്രണ്ടിൽ 2 എണ്ണം വരുന്നുണ്ട്. റണ്ണിങ് പോർഷനിൽ 3 കുഞ്ഞ് ഡിസൈൻ, ഇത്രയും പോർഷനുള്ള 3 എണ്ണം റണ്ണിങ് പോർഷനിലുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിലും നോക്കുമ്പോഴാണ് ഡിസൈൻ ഉള്ളൂ. താഴത്തോട്ട് ബോട്ടം പോർഷനിൽ ഡിസൈനിങ് വരുന്നേ ഇല്ല. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പം അത് ക്യാരറ്റ് പീച്ച് കളറാണ് കളറ്. അതിൻ്റെ അത് ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. എല്ലാം സിംഗിൾ പീസസ് ആണ് ഇന്നത്തെ സാരീസ്. അപ്പോൾ നിങ്ങൾക്ക് റീക്രിയേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അടുത്ത സാരി നമ്മുടെ ഒരു ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഷാഡോ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഇതും സിമ്പിളായിട്ട് ഡെയിലി വെയറിന് പറ്റിയ ബജറ്റഡ് സാരിയാണ് ഇതും. ഇതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ഷാഡോ വർക്ക് ആണ് ചെയ്തത്. കുഞ്ഞ് ഡിസൈൻ ആണ് റോസിൻ്റെ. അങ്ങനെ ഒരു ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നുണ്ട്. റെഡ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചത്. റെഡ് ആൻഡ് ഗ്രീൻ, ഒലീവ് ഗ്രീൻ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ഫ്ലവർ ആയിട്ട് 3 എണ്ണം റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. 3 ഫ്ലവേഴ്സ് ആണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 3 എണ്ണം വരുന്നുണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ കണ്ടുവർത്ത 2 ഡിസൈൻ ആണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. 2 അല്ല 3 ഡിസൈൻ ആണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഇതുവരെ 3 എണ്ണം ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. മുന്താണിയിൽ 1 എണ്ണം, ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം, പിന്നെ റണ്ണിങ് പോർഷനിൽ സിംഗിൾ ഫ്ലവർ ആയിട്ട് 3 എണ്ണം. അങ്ങനെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വർക്കൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന വർക്ക്സ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഡെയിലി വെയറിന്, ഓഫീസ് വെയർ, പാർട്ടി വെയർ ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. ഇതിൻ്റെ റേറ്റ് ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സാരി കണ്ടു നോക്കാം. ഏറ്റവും അവസാനത്തെ സാരി നമ്മുടെ ഇതാണ്. ഇത് ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെ, ബ്ലൂവിൻ്റെ തന്നെ ഒരു വേറൊരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മുന്താണിയിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വൂവൻ ബാർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഫ്ലവർ ബഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുന്താണിയുടെ ഒരു സൈഡിൽ. മറു സൈഡിൽ സിംഗിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഫ്ലവർ മറു സൈഡിൽ മുന്താണിയുടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് മുന്താണിയിൽ. ബാക്കി ഒന്നിൻ്റെ മുന്താണിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മാത്രം മുന്താണിയിലാണ് അപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 3 ഫ്ലവേഴ്സ് ആണ്, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് 3 എണ്ണമാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഷോൾഡർ വരെ 3 എണ്ണം ഇതുപോലെ പോകുന്നുണ്ട്. 1 2 3. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ വന്നപ്പോൾ, ഷോൾഡർ പ്ലീറ്റിൽ വന്നപ്പം മുന്താണിയിൽ കണ്ട ആ സെയിം ഡിസൈൻ തന്നെ 2 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ഡിസൈൻ ആണ് ഷോൾഡറിൽ പ്ലീറ്റിൽ ഫ്രണ്ടിൽ വരുന്നത്. അപ്പം ഇത്ര തന്നെ ഇതിൻ്റെ അകത്തും ഡിസൈൻ ഉള്ളൂ. മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ 3 എണ്ണം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ ഫ്ലവർ. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ 2 ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേണും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
ഇതിന്റെ റേറ്റും 1400 ആണ്. അപ്പം ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് പീസ് വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.